മാങ്ങ അച്ചാറായാൽ ദാ ഇതുപോലെ ചൊവ്വാന്നിരിക്കണല്ലേ. അപ്പം നമുക്കൊരു കിഡിലൻ ടേസ്റ്റിലൊരു അച്ചാറായാലോ. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ദാ ഇവിടെ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 മണിക്കൂറോളം ഉപ്പിട്ട് വെച്ചതാണ്. മാങ്ങയിൽ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് വേണം. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, സാദാ പിരിയൻ മുളക് പൊടി, ഉലുവയും കടുകും കൂടി ചേർത്ത് പൊടിച്ചതും കായപ്പൊടിയും കൂടി വേണം കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കടുക് പൊട്ടിക്കാനിടാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു പച്ചമുളക് കൂടി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ജസ്റ്റ് ഒന്ന് ഓണാക്കിയിടാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാങ്ങയുടെ പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര പൊടിച്ചത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മാങ്ങ അച്ചാറിന്. അപ്പോൾ നമ്മുടെ കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.